ഓക്കെ ഇതിനാണ് വന്നത്. അതെ, ഇതാണ് എന്റെ സ്പെഷ്യൽ. അപ്പൊ ചേട്ടാ നമുക്ക് കഴിച്ചുകൊണ്ട് വർത്താനം പറഞ്ഞാലോ? ഇവിടെ ഇല്ലേ റൂൾസ് ഒന്നും ഇല്ലേ, നമ്മൾ ഫ്രീ ആണ്. ശരി. അവിടെ കഷ്ണം കൂടുതൽ പോയി. കൊച്ചു പിള്ളേരെ പോലെ അത് കൊള്ളാട്ടോ. ഞാൻ എന്നാ ഇത് ഇനി അടുത്ത് കൊടുത്തേക്കാം, ഈ കുശുമ്പ് മുന്നായ്മയൊന്നും വേണ്ടല്ലോ. അതല്ലേ ഏറ്റവും നല്ലത്. കഴിച്ചോണ്ട് നമ്മൾ വർത്താനം പറയും. ഇതെന്താണ് സാധനം ആദ്യം പറയൂ. ചിക്കൻ, നമ്മളിപ്പോ സാധാരണ ചിക്കൻ പെരട്ട് അങ്ങനെയൊക്കെ പറയില്ലേ, റോസ്റ്റ്. അപ്പൊ ഒന്ന് കഴിച്ചേ. ഞാൻ വർത്താനം പറയുവേ. ശരി, വർത്താനം പറഞ്ഞു. ചേട്ടാ ഈ അഭിനയിക്കുന്ന പോലെ വാവ് അതല്ലല്ലോ, എനിക്കറിയില്ല. ഇവര് പരിസ്ഥിതി ഇവർക്കതറിയാം. സത്യസന്ധമായി പറഞ്ഞല്ലേ, ദൈവമേ തല്ലാൻ പോകുന്ന പോലെയൊക്കെയാണ്. അതാണ് ഇപ്പൊ പറഞ്ഞേ, ചേട്ടാ നല്ല കുക്ക് ചെയ്യില്ലേ? കുറച്ചൊക്കെ ഇഷ്ടല്ലേ? ഞാൻ ഈ കോവിഡിൽ ഇവര് അഭിനയത്തിലോട് തിരിഞ്ഞപ്പോ ഞാൻ പതുക്കെ കുക്കിങ്ങിലോട് തിരിഞ്ഞു. അത് സത്യം പറയൂ, അഭിനയത്തോട് തിരിഞ്ഞപ്പോഴത്തേക്ക് പട്ടിണിയായോ? അങ്ങനെ ചേട്ടൻ പഠിച്ചതല്ലോ, കുക്കിംഗ് പഠിച്ചത് കോവിഡിന്റെ സമയത്ത് തന്നെയാണ് പഠിച്ചത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ആരും ഹെൽപ്പ് അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കൊള്ളാം, നല്ല പരിപാടിയാ. നമുക്കിങ്ങനെ കുറെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാം. ഭയങ്കര ക്രിയേറ്റിവിറ്റിക്കുള്ള സ്ഥലമായിട്ട് തോന്നി നമുക്ക്. സത്യം, അത് ആസ്വദിക്കുവാണെങ്കിൽ ഏറ്റവും അതിനിപ്പോ ഇത് തന്നെയല്ല ഏതാന്നേലും നമുക്ക് ഒരു സാധനം ഇഷ്ടമായി നമ്മൾ ആസ്വദിച്ച് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാ. അതല്ല ബേർഡൻ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആർക്കും പിടിക്കുമല്ലോ അല്ലേ? നമുക്കത് അതായത് ഇതിനൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പല ചെറിയ ട്വിസ്റ്റുകൾ ചെയ്യാം. നമുക്ക് അങ്ങനെ മറ്റേ ടച്ച്. ഇനിയിപ്പോ അത് മോശമായാലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞാലും കുഴപ്പമില്ലാത്ത ആൾക്കാർക്കുള്ള കൊടുക്കുന്നത്. പരീക്ഷിക്കാനും അതിന്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷം. ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ് ആയിട്ട് എനിക്ക് കുറെ സമയം എടുക്കും. രാവിലെ പ്ലാൻ ചെയ്താൽ രാത്രിക്ക് ഡിന്നറിന് മാത്രം പ്ലാൻ ചെയ്താൽ മതി. ചേട്ടാ ഒരു കാര്യം ചോദിച്ചിട്ടെ, നമ്മുടെ വില്ലൻ വേഷൻ ഒരുപാട് ചെയ്തിട്ടില്ലേ? ആക്ച്വലി ഒരു വില്ലൻ മറ്റു വില്ലനുമായിട്ട് സെയിം വരാത്ത രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചിട്ടില്ലേ? അതിനുള്ള സമയവും സൗകര്യങ്ങളും കിട്ടുവാണെങ്കിൽ ചിലപ്പോ നമുക്ക് 2-3 സീനേ കിട്ടുള്ളൂ. പരമാവധി ശ്രമിക്കാറുണ്ട്. നല്ലോണം മാറ്റം വരുത്തി ചെയ്തത്. അത് പിന്നെ കുറച്ചൊക്കെ അതിന്റെ ഡയറക്ടറും ഇന്ദ്രനും ഒക്കെ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ കുറച്ച് ലൗഡ് പെർഫോമൻസ് ആയിരുന്നു അതുവരെ ചെയ്തിരുന്നത്. അപ്പൊ ചേകവറിൽ സത്യം പറഞ്ഞ മണിച്ചാറിന്റെ കൂടെ ഒരു സീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ദ്രൻ കയറി വന്നു. ഇന്ദ്രൻ അടുത്ത സീൻ എടുക്കാറായിട്ട് കയറുന്നു. അപ്പൊ ഇന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചോളൂ, ശ്രീത്ത് ഇതൊന്നും മാറ്റി പിടിക്കുമോ, ശ്രീത്ത് കുറച്ച് ലൗഡായിട്ട് എല്ലാത്തിലും ചെയ്യുന്നതല്ലേ, നമുക്കൊന്ന് ഭയങ്കര ഒതുക്കിയിട്ടൊരു സാധനം ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ സജീവമായിട്ട് സംസാരിച്ചു. എന്നാൽ ഫുൾ ഡെഡ് പാനായിട്ട് വളരെ സട്ടിൽ. അന്ന് അങ്ങനെ എല്ലാവരും കുറച്ച് ലൗഡായിട്ട് ചെയ്യുന്ന ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ പിടിക്കാന്ന് പറഞ്ഞ് ഭയങ്കര ഡൗൺ ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ചില വില്ല ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോണ്ടല്ലോ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ വില്ലനെ ആയിരിക്കരുത് ഇപ്പൊ മറ്റേ വില്ലൻ. ശരി. അച്ഛാ ഒരു സാധനം ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പറയുന്നത് ഒന്ന് കണ്ടുപിടിക്കരുത്. അതുപോലെ എനിക്ക് അച്ഛൻ ഇത്രയധികം വില്ലൻ വേഷം ചെയ്യില്ലേ. അപ്പം ഞാൻ ഈ 50 വർഷത്തെ പരിപാടി ചെയ്യുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതിൽ ഓരോന്നിലും ചെറിയ മാറ്റങ്ങൾ അച്ഛൻ്റെ പെർഫോമൻസിൽ കാണുന്നുണ്ട്. പാവം ക്രൂനിലുള്ള വില്ലനല്ല ഒരു കൊച്ചു കഥ ആരും പറയാത്ത കഥ എന്ന് പറഞ്ഞ സിനിമയിലുണ്ട്. അപ്പോൾ അതിൽ ഭയങ്കര വഴുക്കി ഒരു പേഴ്സൻ്റെ അകത്തുനിന്ന് ഒരു 100 രൂപ മാത്രം, അതായത് 1000 രൂപയുള്ള അകത്തുനിന്ന് 150 മാത്രം എടുത്തിട്ട് പോകുന്നു. ചെറിയ ബ്ലാക്ക് മെയിലിംഗ് പരിപാടികൾ. അയ്യോ കുട്ടിക്ക് എന്ത് തോന്നുമാവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമുള്ളൊരു വില്ലൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വില്ലൻ ക്യാരക്ടർ അച്ഛൻ്റെ അത്. അങ്ങനെ കാരണം പല ആൾക്കാർ ഇപ്പം നേരത്തെ ഇവർ പറഞ്ഞ പോലെ തന്നെ, സഞ്ജു പറഞ്ഞ പോലെ തന്നെ ചേകവർ അധികാരം പറയാത്ത പോലെ എനിക്ക് ഈ ഒരു കൊച്ചു കഥ ആരും പറയാത്ത കഥ അങ്ങനെ അധികം അച്ഛൻ്റെ സിനിമകളുടെ ലിസ്റ്റിൽ പെട്ടെന്ന് പറയാത്തൊരു ആൾക്കാർ 1921 പറയും, വില്ലൻ വേഷങ്ങൾ പറയുമ്പോൾ പാവം ക്രൂരൻ പറയും, ഈ നാട് പറയും. അച്ഛൻ്റെ ഹ്യൂമർ വേഷങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈയെങ്കിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അതിൽ ജപ്പാനിൽ പോയിട്ട് ഈ പട്ടിയെ കൊണ്ട് നടത്തിയിട്ട് ഈ പട്ടി അപ്പിയിട്ടിട്ട് ഇത് എടുക്കുന്നതിന്റെ പറയുന്നത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറയാൻ പാടില്ല. ഞാൻ കഴിച്ചോളാം, എനിക്ക് കുഴപ്പമില്ല. അല്ല ചേട്ടാ ശരിക്കും ചെയ്യുമ്പോ അങ്ങനെ ചെയ്യണേ വില്ലൻ ക്യാരക്ടേഴ്സ്. അറിയോ മേക്കപ്പിലായാലും എല്ലാത്തിനും ഒരു മാറ്റം ആഗ്രഹമുണ്ട്. വരുന്നു വിചാരിക്കുന്നു അങ്ങനെ പരിപാടികൾ വിചാരിച്ചു ശ്രമിച്ചാൽ ബുദ്ധിമുട്ടുള്ള ഒരു ടാർജറ്റ് ഇട്ടു വന്നല്ലോ, ശ്രമിച്ചാൽ മതി. ഓക്കെ, അതേപോലെ
നല്ല നല്ല ക്യാരക്ടേഴ്സ് ഇഷ്ടമാണല്ലോ അഭിനയിക്കാൻ. വരട്ടെ, ഈ പറഞ്ഞ പോലെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായി മാറട്ടെ. ഞങ്ങൾ പ്രേക്ഷകർ എപ്പോഴും കൂടെ ഉണ്ടാവും. വിത്ത് ഓൾ ബ്ലെസ്സിങ്സ് ആൻഡ് പ്രേയേഴ്സ്. എനിവേ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു താങ്ക് യു. വന്നതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ ദിസ്. അതെ, ഇവിടെ താങ്ക് യു ഇല്ല, എനിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. തിരിച്ച് ഇങ്ങോട്ടില്ല. ഈ കിച്ചനകത്ത് താങ്ക് യു അങ്ങനത്തെ നോ ഫോർമാലിറ്റീസ്. നമ്മുടെ സ്വന്തം വീടായത്. അപ്പൊ എല്ലാവർക്കും വരാം, സന്തോഷിക്കാം, പോവാം. അപ്പൊ ശ്രീചേട്ടാ, ഈ വർഷം എല്ലാ ഐശ്വര്യവും ദൈവം തരട്ടെ. ഏറ്റവും ബിസിയുള്ള ഒരു ആർട്ടിസ്റ്റ്. ഇവിടെ വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല, തരുന്നില്ല എന്നുള്ളത്. ആ ഒരു ഭാഗം ഇവിടെ വന്നേ പിന്നെ ആ കുറവ് അങ്ങ് മാറ്റി. ഞങ്ങൾ അങ്ങ് ഇങ്ങനെ എടുത്ത് അങ്ങ് കളഞ്ഞു. അപ്പൊ ഈ കൊല്ലം 2 പേർക്കും ഏറ്റവും ബിസിയസ്റ്റും ഏറ്റവും സമൃദ്ധിയും സന്തോഷവും ഐശ്വര്യവും എല്ലാം ഈശ്വരൻ തരണം. ഓക്കെ. അപ്പൊ ഇനി ഇതിന്റെ ഇടയിൽ സമയം കിട്ടുമ്പോൾ ഞങ്ങളെ മറക്കരുത്, ഞങ്ങളെ കാണാൻ വരിക, വിശേഷങ്ങൾ അറിയിക്കാൻ വരിക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.